ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ലൂക്ക എഴുതിയ സുവിശേഷം 12-ാമത്തെ അധ്യായം 35 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ ഈശോ പറയും, നിങ്ങളെപ്പോഴും ഒരുങ്ങിയിരിക്കുക, നിങ്ങളെപ്പോഴും റെഡി ആയിട്ടിരിക്കുക, നിങ്ങൾ അരമുറുക്കിയും വിളക്ക് കത്തിച്ചും റെഡി ആയിട്ടിരിക്കുക. കാരണം നിങ്ങളുടെ യജമാനൻ രാത്രിയുടെ 2-ാമത്തെ യാമത്തിലാണോ 3-ാമത്തെ യാമത്തിലാണോ വരികയെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അവൻ കല്യാണ വിരുന്ന് കഴിഞ്ഞ് കതകിലെത്തി കതക് മുട്ടിക്കഴിയുമ്പോൾ പിറ്റേ സെക്കൻഡിൽ തന്നെ കതക് തുറക്കാൻ പാകത്തിന് നീ അരമുറുക്കിയും വിളക്ക് കത്തിച്ചും റെഡി ആയിട്ടിരിക്കുക. കാരണം കതകിൽ മുട്ടിക്കഴിഞ്ഞ് അതേ സെക്കൻഡിൽ തന്നെ നീ കതക് തുറന്നു കഴിയുമ്പോൾ അവൻ നിന്നെ അരമുറുക്കിയവനും വിളക്ക് കത്തിച്ചവൻ്റെ മുമ്പിൽ നിൽക്കുന്നവനുമായിട്ടാണ് അവൻ കാണുന്നതെങ്കിൽ നിനക്കതൊരു എക്സ്ട്രാ ബോണസാണ്, ഒരു എക്സ്ട്രാ പോയിന്റ് ആണെന്നാണ് അവിടെ ഈശോ പറയുന്നത്. ഇനി എന്തിനാണ് എപ്പോഴും ഇങ്ങനെ റെഡി ആയിട്ട് കർത്താവിൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്? കാരണം നമ്മുടെ കർത്താവായ ദൈവം നമുക്ക് വേണ്ടി ഏത് സമയവും ഇറങ്ങി വരാൻ പാകത്തിന് റെഡി ആയിട്ടിരിക്കുന്ന ഒരു കർത്താവാണ്. ഹീ ഈസ് ആൻ എവർ റെഡി ഗോഡ്. അതുകൊണ്ട് തന്നെ ഈശോ തിരിച്ചു പറയുന്നതാണ്, ഞാൻ നിനക്ക് വേണ്ടി ഏത് സമയത്തും ഒരുങ്ങിയിരിക്കുന്ന ഒരു ദൈവം ആയതുകൊണ്ട് തന്നെ മനുഷ്യ, നീ എനിക്ക് വേണ്ടിയും ഏത് സമയത്തും ഒരുങ്ങിയിരിക്കുന്ന ഒരു ഹൃദയമുള്ളവനായിരിക്കുക. ഇനി അങ്ങനെ നമുക്ക് നമ്മളെ തന്നെ ഒരുക്കിയിരുത്താൻ പറ്റുന്നില്ലെങ്കിൽ, ഇനി നമ്മൾ റെഡി അല്ലെങ്കിൽ, യോനാ പ്രവാചകന്റെ പുസ്തകം ഒന്നെടുത്ത് വായിക്കുന്നത് എപ്പോഴും നല്ലതാണ്. യോനാ പ്രവാചകൻ കർത്താവിന് വേണ്ടി റെഡി ആയിരുന്നില്ല, കർത്താവിന് വേണ്ടി ഒരുങ്ങിയിരുന്നൊരു മനുഷ്യനായിരുന്നില്ല യോനാ പ്രവാചകൻ. അതുകൊണ്ട് തന്നെ കർത്താവ് യോനാ പ്രവാചകനെ ഒരുക്കിയെടുക്കുന്നത്, യോനാ പ്രവാചകനെ റെഡിയാക്കി എടുക്കുന്നത് ഒരു തിമിംഗലത്തിന്റെ വയറ്റിലിട്ടിട്ടാണ്. തിമിംഗലത്തിന്റെ വയറ്റിന്റെ അകത്തിൽ കിടന്നിട്ടാണ് യോനാ പ്രവാചകൻ കർത്താവിന് വേണ്ടി റെഡിയാക്കുന്നത്. അങ്ങനെ റെഡിയായി കഴിയുമ്പോൾ യോനാ പ്രവാചകന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കും, കർത്താവ് മത്സ്യത്തോട് കൽപ്പിച്ചു, അത് യോനായെ കരയിലേക്ക് ഛർദ്ദിച്ചിട്ടു. അപ്പോഴാണ് യോനാ പ്രവാചകൻ കർത്താവിന് വേണ്ടിയിട്ട് റെഡി ആയിട്ടുള്ളൊരു മനുഷ്യനായിത്തീരുന്നത്. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മളും കർത്താവിന് വേണ്ടി ഒരുക്കമുള്ളൊരു ഹൃദയത്തോടെയൊക്കെ കാത്തിരിക്കേണ്ട സമയമായിരിക്കണം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം വായിക്കുന്നത് എപ്പോഴും നല്ലതാണ്. നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥന നിരതരായിരിക്കുവിൻ. അവിശ്രാന്തമുണർന്ന് എല്ലാ വിശുദ്ധർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവിൻ. എപ്പോഴും കർത്താവിനെ കാത്തിരിക്കാൻ പാകത്തിന് ഉള്ളൊരു നല്ല ഹൃദയം നമുക്കുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.